നമസ്കാരം. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ച് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് സാബു എം ജേക്കബിന്റെ വിജയമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എ ജയശങ്കർ 2020 മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പിന്തുണ സമ്മേളനത്തിന് കൂടിയിരിക്കുന്ന ജനസമൂഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്രയധികം ആളുകൾ കൂടിയത് തന്നെ 2020 എന്ന പ്രസ്ഥാനത്തിന്റെ വലിയ ജനകീയ അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചു എന്നതിൻ്റെ പേരിൽ സാധാരണയിൽ വ്യവസായികൾ ധൈര്യപ്പെടുന്ന ഒരു കാര്യമല്ല. വ്യവസായികളെ എല്ലാവർക്കും വേണം സംഭാവന കൊടുക്കാൻ. സംഭാവന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വ്യവസായി ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കണം. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു പരീക്ഷണമാണ്, സാഹസികമായ ഒരു പരീക്ഷണമാണ്. അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തിൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ എത്രയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ കൂടിയ ജനസമൂഹത്തെ കണ്ട് നമുക്കറിയാം. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ ആളെ കൂട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ദുഷ്കരമാണ്. ആളുകളിപ്പോൾ ഏറ്റവും അധികം താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു കാര്യം പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇതുപോലൊരു ദിവസം, ഇതുപോലൊരു സായാഹ്നത്തിൽ ഇത്രയധികം ആളുകൾ കൂടിയത് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ ജനകീയമായ അംഗീകാരത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഗാന്ധിജിയുടെ വലിയ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ്. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതായിരുന്നു ഗ്രാമസ്വരാജ്. ഈ ഗ്രാമസ്വരാജ് എന്ന ആശയത്തെയാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ 40ാം അനുച്ഛേദം, അത് നിർദ്ദേശക തത്വങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്നുള്ളത്. അങ്ങനെ ഗാന്ധിജിയുടെ സ്വപ്നം ഡോക്ടർ അംബേദ്കറും നമ്മുടെ രാഷ്ട്രശില്പിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും 40ാം അനുച്ഛേദത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഭരണഘടന എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയെങ്കിൽ അത് ഭരണഘടനാപരമായ സാധുത നൽകിയത് ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സമയത്താണ്. അദ്ദേഹത്തിന് അത് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല, പഞ്ചായത്ത് രാജ് നിയമം. പിന്നീട് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പാസ്സാക്കിയത്. അങ്ങനെയാണ് 1995 ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക്, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ ഭരണഘടനാപരമായ പദവി നൽകുകയും അവയ്ക്ക് സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റിച്ചു. സത്യത്തിൽ വളരെ ഗംഭീരമായ ഉദ്ദേശത്തോടാണ് ഈ നിയമം പാസ്സാക്കിയതെങ്കിലും നമുക്കറിയാം ഇത് പ്രാവർത്തികമായപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന പോലെ അഴിമതിയുടെ വികേന്ദ്രീകരണവും നമ്മുടെ രാജ്യത്ത് വ്യാപകമായി എന്നുള്ള സത്യം. അതെല്ലാ തലത്തിലും വ്യാപകമായി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ആളുകൾക്ക് വലിയ ഉത്സാഹമായി, താല്പര്യമായി. അതനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതായിട്ട് വന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഈ ചെലവഴിച്ച സംഖ്യ മുഴുവനും തിരിച്ചു പിടിക്കണമല്ലോ. അതെവിടെ നിന്ന് പിടിക്കും എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ പണം വാങ്ങുക, അഴിമതി സാർവത്രികമാക്കുക, അങ്ങനെ വലിയ തോതിൽ കാശ് വാരുന്ന ഒരു പദ്ധതിയായിട്ട് പഞ്ചായത്ത് സംവിധാനം അതപ്പതിച്ചു. സത്യത്തിൽ ഗാന്ധിജിയോട് നമ്മൾ ചെയ്ത വലിയൊരു തെറ്റാണ് ഈ ഗ്രാമസ്വരാജ് എന്നുള്ള ആശയത്തെ അഴിമതിക്ക് കുടപിടിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റി എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു തിരുത്തൽ ശക്തിയായിട്ടാണ് ഇവിടെ ഈ 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉയർന്നു വന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് മാത്രമല്ല, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് ലോകവ്യാപകമായിട്ട് തന്നെ ജനങ്ങൾക്ക് വലിയ വിപ്രതിപത്തിനും. ഇപ്പോൾ പാകിസ്ഥാനിലെ ഉദാഹരണം നോക്കിയാൽ മതി. പാകിസ്ഥാനിലെ 2 പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ്, നവാസ് ഷെറീഫിൻ്റെ, മറ്റത് ബേനസീർ ഭൂട്ടോയുടെ പീപ്പിൾസ് പാർട്ടിയാണ്. ഈ 2 പാർട്ടികളും സഹകരണ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നപ്പോഴാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഉയർന്നത്. അതുപോലെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി രാജ്യത്ത് ഉയർന്നു വന്നത്. കോൺഗ്രസിൻ്റെയും BJPയുടെ അഴിമതിക്കെതിരായിട്ട് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്നൊരു പ്രസ്ഥാനമായിട്ട് വരികയും അത് പിന്നീട് ആം ആദ്മി പാർട്ടിയായിട്ട് മാറുകയും. ആ പാർട്ടി ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നു, പഞ്ചാബ് ഭരിക്കുന്നു. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ 2020 പോലെ ഒരു പ്രസ്ഥാനമാണ് കൊച്ചി കോർപ്പറേഷനിൽ അവതരിച്ച V4 കൊച്ചി എന്ന ഒരു പ്രസ്ഥാനം. അഭ്യസ്തവിദ്യരായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. അവർ സ്ഥാനാർത്ഥികളെ നിർത്തുകയും സ്ഥാനാർത്ഥികളെ നിർത്തിയ ഡിവിഷനുകളൊക്കെ അതിൻ്റെ ഫലമായി മറ്റൊരു പാർട്ടി ജയിക്കുകയും അങ്ങനെ കോർപ്പറേഷനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കി. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോർപ്പറേഷൻ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതോടെ ഭരണത്തിന് പുറത്താക്കുകയും മറ്റൊരു പ്രസ്ഥാനം ആ സ്ഥാനത്ത് വരും. V4 കൊച്ചിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. 2020 ഇവിടെ 4 പഞ്ചായത്തുകളിൽ ഫലപ്രദമായ രീതിയിൽ ഭരണം നടത്തുന്നു. ഇത്
സത്യത്തിൽ രണ്ട് തരത്തിലുള്ള ധർമ്മം ഇത് നിറവേറ്റുന്നുണ്ട്. ഒന്ന്, ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂട്ടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ കൊള്ളക്കെതിരായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക, ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ബോധവൽക്കരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കൊരു താക്കീതാണ്. നിങ്ങളുടെ അഴിമതി, നിങ്ങളുടെ കെടുകാര്യസ്ഥത, നിങ്ങളുടെ സാമുദായിക പ്രീണനം ഇനി മേലിൽ ജനങ്ങൾ സഹിക്കുകയില്ല. ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ഒരവസരം, അത് B4 കൊച്ചി ആണെങ്കിലും 2020 ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളാണെങ്കിലും ആ ദൗത്യം നിറവേറ്റുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ 2020 പ്രസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ സുഹൃത്ത് സാബു എം ജേക്കബിന് വലിയ ഒരു ദൗത്യം നിറവേറ്റാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. അപ്പോൾ സാബു ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യത്തിന് എല്ലാ ആശംസകളും നേരുന്നു.